मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से, मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम ट्रिपल तलाक समाप्त करते हैं, നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो एलडीएफ यूडीएफ दोनों विरोध करते हैं. അതിനെ എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ എതിർത്തു. इस देश को विकसित भारत बनाने का स्वप्न रखा है. 2047 ആകുമ്പോഴേക്കും ഈ നാടിനെ ഒരു വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദിജി നമ്മുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. കള്ളം നടത്തണമെങ്കിൽ കള്ളം നടക്കുന്നത് ജനങ്ങൾ അറിയാൻ പാടില്ല. അതിന് വർഗീയമായ അജണ്ടകൾ എടുക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുത്തലാഖിന്റെ വിഷയം പറഞ്ഞു. ഇന്നലെയും ഒരു ചാനൽ ചർച്ചയിൽ ഒരു സംഘപരിവാറുകാരൻ കണ്ണുനീരിട്ടിരിക്കുന്നതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ ആയിരിക്കുന്ന മുസ്ലിം സഹോദരി ഉണ്ടല്ലോ, അതടക്കമുള്ള സഹോദരിമാരുടെ കണ്ണീരൊപ്പുന്നതിനാണ് ഞങ്ങൾ മുത്തലാഖ് ബില്ല്. നാണം, നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? ഈ രാജ്യത്ത് ഈ പാവപ്പെട്ട സമുദായത്തിന്റെ സഹോദരിമാരുടെ ചാരിത്രം പിച്ചി ചീന്തിയവരല്ലേ നിങ്ങൾ? ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയ കാട്ടാളന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾ പാവപ്പെട്ട മുസ്ലിം സ്ത്രീയെ പറ്റി പറയുന്നു. നാണമില്ലടോ നിങ്ങൾക്ക്? ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ വേട്ടയാടിയ കാട്ടാളനോട് മാനുഷാത പാടിയ വാൽമീകി മഹർഷിയുടെ പാരമ്പര്യമല്ല ഈ രാജ്യത്തിനുള്ളത്. അതിനെ തച്ചു തകർത്തവൻ, പാവപ്പെട്ട പെണ്ണിന്റെ ചാരിത്രം കവർന്നെടുത്തവൻ, മുത്തലാഖിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിം പെണ്ണിന്റെ രക്ഷക്കെത്തിയിരിക്കുന്നു. ആരെ പറ്റിക്കാൻ? സക്കരിയ ബാനുവിനെ മറക്കാൻ സാധിക്കുമോ? ഗുജറാത്ത് കത്തിയെരിഞ്ഞപ്പോ ഗുജറാത്തിലെ എം പി ആയിരുന്ന ഇഹ്സാൻ ജഫ്രിയുടെ വീട്ടിൽ അഭയം തേടി ആയിരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി വീടിന്റെ കവാടം തുറന്നു കൊടുത്തു. പക്ഷെ അവിടെ കിരച്ചിയെത്തിയ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അനുയായികൾ ചുട്ടരിച്ചില്ലേ? ഇന്ത്യൻ പാർലമെന്റിലെ മെമ്പറായിരുന്ന ഇഹ്സാൻ ജഫ്രിയെ പോലും ചുട്ടുകൊന്നില്ലേ? അദ്ദേഹത്തിന്റെ വയോധികയായ ഭാര്യ ഇന്നും കോടതിയുടെ വരാന്തകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു നീതിക്ക് വേണ്ടി. അപ്പോഴാണ് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ കണ്ണീരൊപ്പാൻ വന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക് പറയാൻ? ഇന്ത്യക്കാരൻ ഉണർന്നിരിക്കുന്നു. നമുക്കൊരബദ്ധം പറ്റുവാൻ പാടില്ല. നാസത്തിന് ശേഷം, ഹിറ്റ്ലറുടെ ഭീകരമായ താണ്ഡവത്തിന് ശേഷം ഉയർന്നു കേട്ടൊരു കവിതയുണ്ട്. എന്തെന്നറിയുമോ? ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി. ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. പിന്നെ അവർ തൊഴിലാളികളെ തേടി. അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നെ അവർ ജൂതനെ തേടി. അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. പക്ഷേ പിന്നെ അവർ എന്നെ തേടിയെത്തി. അപ്പോൾ ശബ്ദിക്കുവാൻ ഒരാളും അവശേഷിച്ചിരുന്നില്ല. ഈ കവിതാ ശകലം എപ്പോഴും നമ്മുടെ കർണപുടങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ അവസ്ഥ ഇന്ത്യക്ക് വരാൻ പാടില്ല. നാം ഇന്ത്യക്കാർ, നാം ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കൾ, ഉജ്ജ്വലമായ പൈതൃകമുള്ള രാജ്യത്തിന്റെ മക്കളാണ്. മഹത്തായ സാമൂഹികവും സാംസ്കാരികവുമായ പൈതൃകമുള്ള രാജ്യമല്ലേ ഇന്ത്യ രാജ്യം? ഇത് സ്വാമി വിവേകാനന്ദന്റെ നാടല്ലേ? ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയുടെ നാടല്ലേ? നിങ്ങൾക്കറിയുമോ സ്വാമിജിയെ? 33 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ വെളുത്തു തുടുത്ത ചെറുപ്പക്കാരൻ 1893 ചിക്കാഗോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സർവമത സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. ചരിത്രത്തിന്റെ ഭാഗമാണ്. ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചു. അവസാനം സ്വാമിജിയും ക്ഷണിക്കപ്പെട്ടു. സ്വാമിജിയുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതും ഒടുക്കത്തിൽ പറഞ്ഞതും ചരിത്രത്തിന്റെ ഭാഗമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന്. വിവിധ മതങ്ങൾക്ക് ജന്മം നൽകിയ നാട്, വിവിധ ദർശനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച നാട്. അതുകൊണ്ട് തന്നെ ഞാൻ മതങ്ങളെ പറ്റിയോ മതത്തിന്റെ അധ്യാപനങ്ങളെ പറ്റിയോ പറയുന്നില്ല. ഞാൻ പറയുന്ന മതം സ്നേഹത്തിന്റെ മതമാണ്, പ്രേമത്തിന്റെ മതമാണ്. ആ മതത്തിന്റെ ദൈവം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും മൂർത്തിമൽ ഭാവമാണ്. ലോകത്തിന്റെ മുന്നിൽ ഹൈന്ദവ സനാതന ധർമ്മത്തെ തുറന്നു കാട്ടിക്കൊടുക്കുകയായിരുന്നു സ്വാമിജി. അതാണോ ഹൈന്ദവന്റെ പാരമ്പര്യം? അതാണ് ഹൈന്ദവതയുടെ പാരമ്പര്യം, ഹൈന്ദവ സഹോദരങ്ങളുടെ പാരമ്പര്യം. അതാണ്
അല്ലാതെ ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് ലോകത്തിന്റെ മുന്നിൽ പല്ലിളിക്കുക, മനുഷ്യരെ ആൾക്കൂട്ടം ഉപയോഗിച്ചുകൊണ്ട് തല്ലിക്കൊല്ലുക, ബീഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് പലതിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ആരാധനാലയങ്ങൾ തച്ചു തകർക്കുക, ഇതൊന്നും ഹൈന്ദവന്റെ സംസ്കാരമല്ല, ഇതൊന്നും ഹൈന്ദവന്റെ പാരമ്പര്യമല്ല. മറിച്ച് വർഗീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാര സിംഹാസനങ്ങൾ പടുത്തുയർത്താൻ, അധികാര സിംഹാസനങ്ങൾ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ ഹിഡൻ അജണ്ടകളുടെ ഭാഗമാണ്. ഇത് ഈ രാജ്യത്തിന്റെ മക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ മക്കൾ ഒന്നിച്ചൊന്നായി ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ജൂതനും പാഴ്സിയും എല്ലാവരും ഒരുമയോടുകൂടി നിന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ പാതയിലാണ്. നിങ്ങൾ ഭയന്നിരിക്കുന്നു, അതിനെ അട്ടിമറിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധ്യമല്ല, ഊതിക്കെടുത്തുവാൻ സാധ്യമല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ആരും പകച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രം തുറന്നു പറയാൻ, ഈ രാജ്യത്തിന്റെ നമ്മുടെ പൈതൃകം തുറന്നു പറയാൻ, ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചർച്ചയാകുവാൻ, അത് കടകമ്പോളങ്ങളിൽ മാത്രമല്ല, വീടിന്റെ അടുക്കളകളിൽ പോലും അതൊരു സംസാര വിഷയമായി മാറണം. ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഭയക്കുന്നത് അതാണ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഭയക്കുന്നത് അതാണ്. അത്തരം ഒരു സംവാദത്തിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിച്ചേ മതിയാകും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സകലതും മറന്ന് ഒന്നിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? നാരായണ ഗുരുവിന്റെ നാടല്ലേ നാം? കേരളമാണതിന് തുടക്കം കുറിക്കേണ്ടത്. എവിടെ കെട്ടുപോയാലും ഈ സമരത്തിന്റെ അഗ്നി അതിനെ വീണ്ടും വീണ്ടും കത്തിക്കുവാനുള്ള സാഹചര്യം, അതിനുള്ള അവസരമൊരുക്കാൻ നമുക്ക് സാധിക്കണം. മനുഷ്യത്വമാണ് എന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ ശ്രീനാരായണ ഗുരു, സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പടപ്പാട്ട് പാടിയ ചട്ടമ്പി സ്വാമികൾ, മതമൈത്രിയുടെ ഉജ്ജ്വലമായ ഏടുകൾ, അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ പൈതൃകം പേറുന്ന മമ്പുറം തങ്ങന്മാർ, ശ്രീമാൻ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വക്കം ഖാദർ അടക്കമുള്ള, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള, നമുക്കറിയാമല്ലോ നമ്മുടെ സംസ്ഥാനം തന്നെ എത്രയോ പോരാട്ടങ്ങൾ നിങ്ങൾക്കറിയുമോ? 921 അത് കേവലം ഒരു സിനിമയുടെ പേരല്ല. ഉജ്ജ്വലമായ പോരാട്ടം നടന്നില്ലേ? കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. പൂക്കോട്ടൂരിൽ നിന്നുമാണ് ആരംഭിച്ചത്. പൂക്കോട്ടൂർ സുഹദാക്കൾ ഉജ്ജ്വലമായ പോരാട്ടം. ആലി മുസ്ലിയാരുടെ, വാര്യം കുന്നന്റെ നേതൃത്വത്തിൽ 1921 ഓഗസ്റ്റ് മാസം 6-ാം തീയതി വാര്യം കുന്നൻ നടത്തിയ ഒരു പ്രഖ്യാപനം, മഞ്ചേരി പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സ്വന്തമായി പാസ്പോർട്ട് സംവിധാനം ഏർപ്പെടുത്തി, നികുതി വ്യവസ്ഥകൾ സ്വന്തമായി ഏർപ്പെടുത്തി. ബ്രിട്ടീഷ് സാമ്രാജ്യം വിറച്ചുപോയി. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അങ്കലാപ്പിന്റെ അലയടികൾ സൃഷ്ടിച്ചു. ഇത്തിരി പോന്നൊരു മനുഷ്യൻ, ബ്രിട്ടീഷ് രാജ്യത്തിന്റെ ഭരണത്തിന്റെ തണലിൽ DSP ആയിരുന്ന ഹിച്ച്കോക്ക്, അദ്ദേഹം ഇൻസ്പെക്ടർ രാമനാഥ് അയ്യർ വശം ഒരു കത്ത് കൊടുത്തയച്ചു. എന്തെന്നറിയുമോ ആ കത്തിലുണ്ടായിരുന്നത്? താങ്കൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം, താങ്കൾക്ക് മാപ്പ് നൽകി മക്കയിലേക്ക് അയക്കാം. ഇപ്പോ നമ്മോട് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ കാട്ടി പറയാതെ പറയുന്നല്ലോ, നിങ്ങളുടെ ഇഷ്ടരാജ്യങ്ങളിലേക്ക് പോകുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മക്ക? ഒരു വിശ്വാസി 5 നേരം തന്റെ നെഞ്ചകം തിരിച്ചു വെക്കുന്നത് പരിശുദ്ധ കഅബാലയത്തിലേക്കാണ്. ദൈവത്തിന്റെ വിശുദ്ധമായ ഗേഹം പരിശുദ്ധ കഅബാലയം. ആ കഅബാലയം സ്ഥിതി ചെയ്യുന്നതല്ലേ സൗദി അറേബ്യ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിൽ രാജകുമാരനായി പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ മുത്തുണ്ടല്ലോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സൗദി അറേബ്യ ഉണ്ടല്ലോ, ആ സൗദി അറേബ്യയിലേക്ക് അയക്കാമെന്ന് വാര്യം കുന്നന് വാക്കുകൊടുത്തു. ഇൻസ്പെക്ടർ രാമനാഥ് അയ്യർ വശം കത്ത് കൊടുത്തയച്ചു. വാര്യം കുന്നൻ ആ കത്ത് വായിച്ചു നോക്കിയതിനു ശേഷം ഉടൻ തന്നെ വാര്യം കുന്നൻ മറുപടി കൊടുത്തയച്ചു. മിസ്റ്റർ ഹിച്ച്കോക്ക്, താങ്കൾ എന്നെ വഞ്ചിക്കുക എന്നുള്ള കേവലം പരിമിതമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി
ഭൂമിയിലെ ഏറ്റവും പവിത്രമായ മക്ക എന്ന് പറയുന്ന പദം താങ്കൾ ഉച്ചരിച്ചത് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. മിസ്റ്റർ ഹിച്ച്കോക്ക്, താങ്കൾക്കറിയുമോ, ഞാൻ 3-4 പ്രാവശ്യം മക്കയിൽ പോയിട്ടുണ്ട്. അത്രയും പ്രാവശ്യം ഹജ്ജ് കർമ്മവും നിരവധി ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ഖബറിടവും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ മക്കയിലേക്ക് അയക്കാമെന്ന്. നിങ്ങൾക്കറിയാത്തതോ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നിങ്ങൾ നടിക്കുന്നതോ ആയ ഒരു കാര്യമുണ്ട്. വാര്യംകുന്നൻ ജനിച്ചത് മക്കയിലല്ല. വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും മണ്ണിലാണ് ഈ വാര്യംകുന്നൻ ജനിച്ചത്. നിങ്ങളുടെ അധികാരത്തിൽ നിന്നും കുറച്ചു കാലത്തെങ്കിലും മോചിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധമായ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ തന്നെ മരിച്ചു വീഴാൻ ആഗ്രഹിക്കുന്നവരാണോടോ ഞങ്ങൾ മാപ്പിളമാ. അതുകൊണ്ട് താങ്കൾക്ക് പോകാം. മക്ക എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ട് പോലും വാര്യംകുന്നൻ നിരസിച്ചുകൊണ്ട് എഴുതിയ കത്ത ബ്രിട്ടീഷുകാരൻ പിടികൂടിയ അവസാനം ചതിയിലൂടെ പിടികൂടി വാര്യംകുന്നനെ കൊണ്ടുവന്നു മലപ്പുറം കോട്ടക്കുന്നിന്റെ ചരിവിൽ 1922 ജനുവരി മാസം അദ്ദേഹത്തെ മലപ്പുറം കോട്ടക്കുന്നിന്റെ ചരിവിൽ കൊണ്ടുവന്ന് വധശിക്ഷ നടപ്പിലാക്കുവാൻ പോകുന്ന സന്ദർഭം വാര്യംകുന്നനോട് ചോദിച്ചു, താങ്കളുടെ വധശിക്ഷ നടപ്പിലാക്കുവാൻ എന്തെങ്കിലും ആഗ്രഹം താങ്കൾക്ക് അവസാനമായിട്ടുണ്ട്? വാര്യംകുന്നൻ പറഞ്ഞു, ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി അഭിമാനത്തോടു കൂടി മരിക്കുകയാണ്, സന്തോഷത്തോടു കൂടി മരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ എന്തെങ്കിലും ആഗ്രഹം ഇനിയുണ്ടോ? നിങ്ങൾക്ക് സാധിച്ചു തരാൻ സാധിക്കുമോ? ഞങ്ങൾ മാപ്പിള മക്കൾ, ഞങ്ങൾ മാപ്പിളമാ, ജീവിതം പോലെ മരണവും അഭിമാനത്തോടു കൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബ്രിട്ടീഷുകാരാ, നിങ്ങൾ സാധാരണ കണ്ണ് കെട്ടിയിട്ട് പുറകിൽ നിന്നാണല്ലോ വെടിവെക്കുന്നത്. എന്റെ അന്ത്യാഭിലാഷം എന്നെ കണ്ണ് കെട്ടണ്ട. എന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കാഞ്ചി വലിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതാണോ എന്റെ അന്ത്യാഭിലാഷം? ബ്രിട്ടീഷുകാരൻ വിറകൊള്ളുകയായിരുന്നു. അവന്റെ കാലുകൾ പതറുകയായിരുന്നു, അവന്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. കാഞ്ചി വലിക്കാൻ സാധിക്കാത്തവണ്ണം വിറച്ചുകൊണ്ട് കാഞ്ചി വലിച്ചു. വാര്യംകുന്നൻ ഉയർത്തിപ്പിടിച്ച ശിരസോടുകൂടി തന്റെ പിരിമാറ് കാട്ടിക്കൊടുത്തുകൊണ്ട് മലപ്പുറം കോട്ടക്കുന്നിന്റെ ചരിവിൽ നിവർന്നു നിന്നുകൊണ്ട് ആ പാഞ്ഞു വന്ന വെടിയുണ്ടയെ തന്റെ നെഞ്ചകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണോ. അതാണ് മുസൽമാന്റെ പാരമ്പര്യം. അതറിയാവുന്നവരാണ് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ, ഈ രാജ്യത്തിന്റെ മക്കൾ, നമ്മുടെ ചങ്കായ ഹൈന്ദവ സഹോദരങ്ങൾ. നമ്മെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ബാബരി മസ്ജിദിന്റെ കേസ് വന്നു. ആരാ വാദിക്കാനുണ്ടായത്? നീതിക്ക് വേണ്ടി ആരാ വാദിക്കാനുണ്ടായത്? അഡ്വക്കേറ്റ് രാജീവ് ധവാൻ 10, 20, 25 ലക്ഷം രൂപ ഒരു സിറ്റിംഗിന് ഫീസായി ലഭിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ സൗജന്യമായി വാദിച്ചു. ഗുജറാത്തിൽ നടന്ന നരനായാട്ട്, നരേന്ദ്രമോദിയുടെയും കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ നടന്ന വംശീയ കലാപം, ആ കലാപത്തിലെ ഇരകൾക്ക് വേണ്ടി ആരാ പോരാട്ടത്തിന്റെ പാതയിലുള്ളത്? ടീസ്റ്റ സെറ്റിൽവാർഡ് കേരളക്കാരനായ RB ശ്രീകുമാർ IPS നിങ്ങൾക്കറിയുമോ? ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എന്റെ നാട്ടുകാരൻ കൂടിയാണ്. നെയ്യാറ്റിങ്കര സ്വദേശിയാണെങ്കിലും കടക്കിൽ നിന്നാണ് അദ്ദേഹം വിവാഹം. അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ പെൻഷനറി ബെനിഫിറ്റ്സ് പോലും തടഞ്ഞു വെച്ചു. നീതിക്ക് വേണ്ടി അദ്ദേഹം ശബ്ദിച്ചതിന്റെ പേരിൽ നരേന്ദ്രമോദി അടക്കമുള്ളവർ, അമിത്ഷാ അടക്കമുള്ളവർ കുറ്റവാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമ പോരാട്ടം നടത്തി. നമുക്ക് മറക്കാൻ സാധിക്കുമോ? ഇപ്പോഴും NRCയും CABയും വന്നപ്പോ ആരാ സമരമുഖത്തുള്ളത്? നാം മറന്നു പോകരുത്. JNUവിൽ നടന്ന, ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന, അവിടുത്തെ ഐസ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്തെ പ്രമുഖനായ കോളമിസ്റ്റും എഴുത്തുകാരനുമായ ഹർഷ് മന്ദർ പ്രഖ്യാപിച്ചില്ലേ, ഇവിടെ CAB NRC ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കും. പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു രേഖയുമായി എവിടെയും ഞാൻ പോകില്ല. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്താൽ ഒപ്പം അറസ്റ്റ് വരിക്കാൻ ഞാനുണ്ടാകും. ആരാ പറഞ്ഞത്? ഹർഷ് മന്ദർ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ആ ഒരു പൈതൃകത്തെ തന്നെയാണ് സംഘപരിവാർ ശക്തികൾ, വർഗീയവാദികൾ, ഭരണ തമ്പുരാക്കന്മാർ ഭയക്കുന്നതും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും. ജാഗ്രത.
നാം എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാം സംയമനത്തോടു കൂടി ജീവിക്കണം. നമ്മുടെ സാഹോദര്യം തകർന്നു പോകാൻ പാടില്ല. നമ്മുടെ അയൽപക്കക്കാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ രാജ്യത്തുള്ളവർ, എല്ലാ മതവിശ്വാസികളും അതെവിടെയാണെങ്കിലും ശരി, ഇവിടെയെന്നല്ല, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെയാണെങ്കിലും ശരി, നാം മാനവികതയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ അമിതമായി ആഹരിക്കാതെ അവന്റെ പട്ടിണിക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ച, വഴിയാത്രക്കാരന് അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച, ജാതി മത സംഘടനാ വ്യത്യാസമില്ലാതെ മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അനുയായികളല്ലേ നാം മറന്നു പോകരുത്. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വേട്ടയാടിയ കാട്ടാളനോട് മാനുഷാദ പാടിയ വാൽമീകി മഹർഷിയുടെ പാരമ്പര്യമുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, ഇവർ രണ്ടും ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എല്ലാ മതവിശ്വാസികളും, വിശേഷ്യ ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങൾ, ഹിന്ദു മുസ്ലിം മൈത്രി ഈ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ബ്രിട്ടീഷുകാരൻ ഭയപ്പെട്ടതും അതുതന്നെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായിരുന്നു. ആ സമരത്തിന്റെ, ആ പോരാട്ടത്തിന്റെ വീര്യം കണ്ടപ്പോഴാണ് അവർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രവുമായി രംഗത്തെത്തിയത്. ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം, അത് ബ്രിട്ടീഷുകാരന്റെ തന്ത്രമാണ്. അവന്റെ കൂലിയെഴുത്തുകാരനാണ്, അവന്റെ പിണിയാളുകളാണ്, അവന്റെ ഷൂനക്കികളാണ് ഇന്നും ആ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജാഗ്രത. ഒരു കാര്യം ചോദിക്കട്ടെ, മുസൽമാൻ കള്ളവണ്ടി അതല്ല, ഓട് പൊളിച്ചിറങ്ങിയവരാണ്. അല്ല, ഇത് പറയാൻ ഇവർക്കാർക്ക് അച്ചാരം കിട്ടിയതാണോ? അല്ല, നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയോ തറവാട്ട് സ്വത്താണോ? മറുപടി പറയണം. മറുപടി പറയാതെ പോകാൻ സാധിക്കില്ല. ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ സമരമുഖത്താണ്. ഇതിന് സമാധാനം ബോധിപ്പിച്ചേ മതിയാകൂ. ആരാ നിങ്ങൾ പോകാൻ പറയുന്ന ഈ പാവപ്പെട്ട സമുദായം ആരാ? ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. എന്റെ അനുഗ്രഹീത സുഹൃത്ത് ബഹുമാന്യനായി തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വാക്കുകൾ നിങ്ങൾ ശ്രമിക്കുകയുണ്ടായി. ചരിത്രത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മുസൽമാനോട് പോകൂ എന്ന് പറയുമ്പോ ഒരു കാര്യം പറയട്ടെ, പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഈ രാജ്യത്തെ മുസൽമാന് രോമാഞ്ചം ഉണ്ടാകില്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് കേട്ടാലും ബംഗ്ലാദേശ് എന്ന് കേട്ടാലും ഉണ്ടാകില്ല. നമുക്ക് രോമാഞ്ചം ഉണ്ടാകില്ല. കാരണം നമ്മുടെ രാജ്യം പാകിസ്ഥാനല്ല, നമ്മുടെ രാജ്യം ബംഗ്ലാദേശ് അല്ല, ഈ ഭൂമിയാണോ ഇന്ത്യ രാജ്യം. നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്തേക്ക് ശത്രുക്കൾ കടന്നു വന്നില്ലേ? അധിനിവേശക്കാരൻ കടന്നു വന്നില്ലേ? ആ സന്ദർഭത്തിൽ ആരാ ഉണ്ടായിരുന്നത് മുൻപന്തിയിൽ നിന്ന് പ്രതിരോധിക്കാൻ? ആദ്യമായി കടന്നു വന്നത് 1498 പോർച്ചുഗീസുകാരനായിരുന്നു. കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി വാസ്കോഡ ഗാമ ആരുടെ ഭരണമായിരുന്നു? ഞാൻ ഓർക്കുന്നു, ഞാൻ കടന്നു വരുമ്പോ അതിന്റെ ചില അംശങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഉദ്ഘാടകൻ. ഞാൻ മൊത്തവും കേട്ടില്ല. അന്ന് ആരുടെ ഭരണമായിരുന്നു? ഹൈന്ദവനായ സാമൂതിരിയുടെ ഭരണമാണ് കോഴിക്കോട്. അധിനിവേശ മോഹവുമായി പോർച്ചുഗീസുകാരൻ കാലുകുത്തി കോഴിക്കോട് കാപ്പാട്. ആരാണ് അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിച്ചത്, സമരസജ്ജരാക്കിയത്, പ്രതിരോധിച്ചത്? ചരിത്രം സാക്ഷിയല്ലേ? ഇസ്ലാമിക സംസ്കാരത്തിന്റെ ജാജ്വല്യമാനമായ അധ്യായങ്ങൾ തുടികൊട്ടുന്ന പൊന്നാനി എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ. ദറസി തറവാട്ടിന്റെ പാരമ്പര്യമുള്ള പൊന്നാനിയുടെ ദറസിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് ശിഷ്യഗണങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന സൂര്യ തേജസ്വിയായ സാത്വികനായ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു, വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു, ഇതാ ശത്രു കടന്നു വന്നിരിക്കുന്നു. നാം കേൾക്കുന്ന കാലൊച്ച് ശത്രുവിന്റേതാണ്. പോർച്ചുഗീസുകാരൻ വാസ്കോഡ ഗാമ കാലുകുത്തിയത് കച്ചവടത്തിനല്ല, നമ്മോട് സൗഹൃദം കൂടാനല്ല, പിന്നെയോ ഈ രാജ്യത്തിന്റെ മാനം കവർന്നെടുക്കാൻ, ഈ രാജ്യത്തിന്റെ സഹോദരിമാരുടെ ചാരിത്രം കവർന്നെടുക്കാൻ, ഈ രാജ്യത്തിന്റെ സമ്പത്തും ഈ രാജ്യത്തിന്റെ സകലമാന സംസ്കാരങ്ങളും കൊള്ളയടിക്കാൻ ശത്രുവിന്റെ കാലൊച്ചയാണ് കേൾക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ സന്നദ്ധമാകണമെന്ന് അനുയായികളോട് ആഹ്വാനം ചെയ്തപ്പോഴല്ലേ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കപ്പെട്ടത്? ഖാലി മുഹമ്മദ് മൗലിദ് രചിച്ച ഖാലി മുഹമ്മദ് ഫത്ഹുൽ മുബീൻ രചിച്ചു യുദ്ധകാവ്യങ്ങൾ. പോരാട്ടത്തിന്റെ പടയോട്ടത്തിന്റെ വീരഗാഥകളാണ് രചിക്കപ്പെട്ടത്. ജനങ്ങൾ സമരസജ്ജരായി. ഉജ്ജ്വലമായ പോരാട്ടം. അറബിക്കടല് കുഞ്ഞാലി മരക്കാർമാരുടെ ചുടുചോര കൊണ്ട് ചെഞ്ചായമണിഞ്ഞില്ലേ?
ആ സന്ദർഭത്തിലാണ് സാമൂതിരി കോഴിക്കോട് കടപ്പുറത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്, ഹൈന്ദവ സമുദായമേ, അരേ സമുദായമേ, നിങ്ങൾ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികനെ തടുത്തു നിർത്താൻ, ശത്രുക്കളെ തടുത്തു നിർത്താൻ ഈ രാജ്യത്തൊരു സമൂഹം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ മുസ്ലിമായി വളർത്തു. ഖർവാപ്പസി പോലും, നിർബന്ധിത മതപരിവർത്തനം പോലും ഇസ്ലാമിന്റെ അജണ്ടയിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ മതത്തിന്റെ കാര്യത്തിൽ സമ്മർദ്ദമില്ല. അതാണോ ഇസ്ലാമിന്റെ നിലപാട്? അതാണ് ഇസ്ലാമിന്റെ നിലപാട്. വാള് കാട്ടിയിട്ട് ആരെയും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണ്ട. ഗോതമ്പും പഞ്ചസാരയും കാട്ടി പ്രലോഭനം കാട്ടിയും ആരെയും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണ്ട. നീ സത്യം പറഞ്ഞുകൊടു, നേർവഴി പറഞ്ഞുകൊടു, സത്യാസത്യ വിവേചനം ജനങ്ങൾക്ക് പകർന്നുകൊടു, ദൈവികമായ ദർശനത്തെ പരിചയപ്പെടുത്തിക്കൊടു. അതാണ് ഇസ്ലാമിന്റെ മാർഗം. വലാ യജ്രിമന്നകും സനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, പക്ഷേ അവരോട് നിങ്ങൾ അതിന്റെ പേരിൽ അനീതി പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായി താക്കീത് ചെയ്തില്ലേ? വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. മറ്റുള്ളവരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. ശ്രീരാമചന്ദ്രനെ, ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. ക്രൈസ്തവ മക്കൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. അതാണോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാമിക ദർശനം. അല്ലാതെ ഇവിടെ നിർബന്ധിപ്പിച്ചു അതേ പ്രകാരം തന്നെ പ്രലോഭനത്തിലൂടെയും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിയിട്ടില്ല. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിയിട്ടില്ല. അങ്ങനെ കൂട്ടാൻ പാടുമില്ല. അത് ഇസ്ലാമിന്റെ നയവും നിലപാടുമല്ല. പക്ഷേ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നവരാണ്, അധിനിവേശത്തെ എതിർക്കുന്നവരാണ്. അങ്ങനെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയപ്പോഴാണ് സാമൂതിരി പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും മുസ്ലിമായി വളർത്തും. ചരിത്രമല്ലേ, നിഷേധിക്കാൻ സാധിക്കുമോ?